ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടും സുഗമവും സുരക്ഷിതവുമായ ദർശനം ഉറപ്പാക്കിയത് പോലീസ് മുന്നൊരുക്കങ്ങളുടെ കൂടി വിജയമാണ്. മകരജ്യോതി ദിനമായ ജനുവരി 14 ഉൾപ്പെടെയുള്ള ദിനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസ് നടത്തിവരുന്നു. വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് ജനുവരി 12 മുതൽ 14 വരെ ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധന സുഗമവും സുരക്ഷിതവുമായ ദർശനം ഉറപ്പാക്കിയതിന്റെ തെളിവും പോലീസ് മുന്നൊരുക്കങ്ങളുടെ കൂടി വിജയവുമാണെന്ന് വിലയിരുത്തൽ. തീർത്ഥാടനം ആരംഭിച്ച നവംബർ 15 മുതൽ ഈ വർഷം ജനുവരി 5 വരെ ആകെ 39,2610 അയ്യപ്പ ഭക്തർ ദർശനം നടത്തി. ഇത് റെക്കോർഡാണ്. മുൻവർഷം ഇതേ കാലയളവിൽ 35,12,691 ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. മകരവിളക്ക് സീസൺ തുടങ്ങിയ ഡിസംബർ 30 മുതൽ ഞായറാഴ്ച വരെ 6,22,849 പേർ ദർശനം നടത്തി. മകരജ്യോതി ദിനമായ ജനുവരി 14 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസ് നടത്തിവരുന്നു. 10 മുതൽ ഭക്തർ ജ്യോതി കാണുന്നതിനായി പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്ന പതിവുണ്ട്. ഇതുകാരണം മകരവിളക്ക് ദിവസമുണ്ടാകാവുന്ന തിരക്ക് ഒഴിവാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അനിയന്ത്രിത തിരക്ക് ഒഴിവാക്കാൻ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെ വന്നാൽ നിലയ്ക്കലിൽ പരിശോധന നടത്തി ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടാനാണ് പോലീസ് ആലോചിക്കുന്നത്. പർണശാലയിൽ ഭജനയിരിക്കുന്ന ഭക്തർ പാചകം ചെയ്യുന്നതും മറ്റും നിയന്ത്രിക്കാനുള്ള മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകളുമായി ചേർന്ന് പോലീസ് നടപ്പാക്കും. 14-ന് തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോയി കഴിഞ്ഞ് ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ദർശനത്തിനെത്താൻ സൗകര്യം അനുവദിക്കൂ. ജ്യോതി ദർശനത്തിനായി തയ്യാറാക്കുന്ന വിവിധ ഇടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. ദർശനത്തിന് എത്തുന്നവർ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെത്തുന്ന തീർത്ഥാടകർ കൃത്യമായി ദർശനത്തിനെത്താതെ നേരത്തെയോ അടുത്ത ദിവസങ്ങളിലോ വരുന്ന സാഹചര്യമുണ്ട്. ഇതൊഴിവാക്കി വെർച്വൽ ക്യൂ സ്ലോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമയക്രമം പാലിച്ചെത്തിയാൽ അനാവശ്യ തിരക്ക് ഒഴിവാക്കാനാകും. സുഗമമായ ദർശനം സാധ്യമാക്കാനും കഴിയും. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭക്തർ അറിയേണ്ട വസ്തുതകളും അവശ്യ വിവരങ്ങളും അടക്കം ജില്ലാ പോലീസ് തയ്യാറാക്കിയ ശബരിമല പോലീസ് ഗൈഡ് എന്ന പോർട്ടൽ QR കോഡ് വഴി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിൽ പതിച്ചിട്ടുണ്ട്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരം ഭക്തരുടെ അറിവിലേക്കായി QR കോഡായി ലഭ്യമാക്കിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തരുടെ ദർശനത്തിനും വിവിധ ചടങ്ങുകൾക്കും ശേഷം ഉച്ചയ്ക്ക് 1-നാണ് പുറപ്പെടുക. വിവിധ ക്ഷേത്രങ്ങളിലെത്തി ദർശന സൗകര്യം ഒരുക്കി തുടർന്ന് രാത്രി 9:30-ക്ക് ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും. പിറ്റേന്ന് രാത്രി 9-ന് ലാഹയിലാണ് വിശ്രമം. മകരവിളക്ക് ദിവസമായ 14-ന് ഡാഹയിൽ നിന്നും പുറപ്പെട്ട് പാണ്ടിത്താവളം, ചെറിയാനവട്ടം, നീലിമല, അപ്പാച്ചിമേട് വഴി വൈകിട്ട് 4-ന് ശബരിപീഠത്തിലെത്തും. തുടർന്ന് 5:30-ക്ക് ശരംകുത്തി വഴി 6-ന് സന്നിധാനത്ത് സ്വീകരിക്കും. ഘോഷയാത്രയുടെ പാതകളിലും ജ്യോതി ദർശനം സാധ്യമാക്കുന്ന ഇടങ്ങളിലും മറ്റും തീർത്ഥാടകർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തു വരുന്നു. വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് ജനുവരി 12-ന് 60,000, 13-ന് 50,000, 14-ന് 40,000 എന്നിങ്ങനെ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം തീർത്ഥാടകർ ശ്രദ്ധിക്കണമെന്നും സുഗമമായ നിലയിൽ തീർത്ഥാടനകാലം അവസാനിപ്പിക്കുന്നതിനുള്ള പോലീസ് നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ശബരിമല പോലീസ് കോർഡിനേറ്റർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.